അപ്പോൾ ഈ ബോംബിൻ്റെ ആളുകൾ വന്നിട്ട് ഈ ബോംബ് സെറ്റ് ചെയ്യാൻ കണ്ടപ്പോഴത്തേക്കും ബോട്ടുകാർക്ക് മനസ്സിലായി ഇത് പണി വാളും മനസ്സിലായി. കാരണം തീ എത്തില്ലേ. അങ്ങനെ അവർ പെട്ടെന്ന് ക്യാമറ മുമ്പിക്കായിരുന്നു പറഞ്ഞ് ഞങ്ങൾ ഷൂട്ട് സമ്മതിക്കില്ല, ഫ്രെയിമിനെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും 500 രൂപ കൊണ്ട് ഒരു മാർക്കറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ദേവദൂത സിനിമയിലെ ആ ഒരു സ്കെൽറ്റ് ചേട്ടൻ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. രാത്രിയാകുമ്പോൾ അവിടെ വെക്കാൻ അവിടെ സെക്യൂരിറ്റി സമ്മതിക്കത്തില്ല, ഈ വണ്ടിക്കകത്ത് വെക്കാൻ ഡ്രൈവർ സമ്മതിക്കത്തില്ല. പിന്നെ ഇതും കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് എൻ്റെ കട്ടിലടി കൊണ്ട് നോക്കും. അങ്ങനെ ഞാനിരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ഈ സ്കെൽട്ടണുകൾ പത്തവാരിയെല്ലാം ജോയിൻ ചെയ്യുന്നു, കൈകൾ ജോയിൻ ചെയ്യുന്നത് 5-6 പേരുടെ സാധനം. ഒരു 4.5 കോടിയോളം മുടക്കിയിട്ടുള്ള സിനിമ അന്നുണ്ടായത്. ഫോർട്ട് കൊച്ചി ഭാഗത്തൊരു ജോസഫ് ഉണ്ട്, പുള്ളിക്ക് താടിയൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം കുറേ സിനിമയൊക്കെ പറ്റിച്ചൊക്കെ നടക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഹോളിവുഡിൽ അവർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പറയാം പ്രാക്ടിക്കൽ ചിന്തിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ന് വന്നിട്ട് പറഞ്ഞാൽ നാളെ ഒരു സെറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് സെറ്റ് ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നോ പറയാൻ പറ്റും. ഒളിമ്പ്യൻ അന്തോണി ആദം എന്നുള്ള സിനിമ തുടങ്ങുന്ന ദിവസമായിരുന്നു ആ സിനിമയിൽ വർക്ക് ചെയ്യാനാണ് എന്നെ വിളിച്ചിട്ട് പോയത്. പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ സെറ്റുകൾ ഒരുക്കാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റുന്നത് എനിക്ക് ആ ഒളിമ്പ്യൻ അന്തോണി ആദത്തിലൂടെയാണ്. പൈസ ഇല്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് പഠിച്ചത് രണ്ടാം പോനെ. എന്തും കാണിക്കാനും അത് ഉണ്ടാക്കാനും പെട്ടെന്നൊരു പ്രതലമാണ് സിനിമ. അതിനകത്തൊരു നോ എന്ന് പറഞ്ഞ വാക്കില്ല, കാരണം അത് ചെയ്തേ പറ്റൂ. ഒരു സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ സീനിലും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ക്യാമറയ്ക്ക് പിന്നിലെ കലാകാരന്മാരാണ് ആർട്ട് ഡയറക്ടേഴ്സ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരുപാട് സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രശസ്ത ആർട്ട് ഡയറക്ടർ ജോസഫ് നെല്ലിക്കലാണ്. സാർ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് ജോസഫിന്റെ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. കുഴപ്പമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ സിനിമകൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു പടം തുടങ്ങാൻ നിൽക്കുന്നത് കതിരവൻ എന്ന് പറഞ്ഞ സിനിമയാണ്. സിജു വിൽസൺ അഭിനയിക്കുന്ന അയ്യങ്കാളിയുടെ ബയോപിക് പറയുന്ന ഒരു സിനിമയാണ്. ചേട്ടനെ ഞാൻ കേട്ടിട്ടുണ്ട്, ചേട്ടൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ശേഷം നമ്മുടെ താജ് ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് ആർട്ട് ഡയറക്ഷനിലേക്ക് എത്തിയത്? ഞാൻ ചെറുപ്പത്തിലൂടെ വരക്കുമായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും എന്താ പറയുക, ഈ കുട്ടികളായിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കൊരു നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാവും, എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നുള്ളത്, ഏതിലേക്ക് പോകണം എന്നുള്ള സംഭവം ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് സ്വയം തിരിച്ചറിയാനൊക്കെ ആയിട്ട്. പക്ഷേ അന്ന് ഒരു സമയത്ത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റെല്ലാം തുടങ്ങുന്ന സമയമാണ്, ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ മാനേജ്മെൻറ്റ്. അങ്ങനെയാണ് അതിനകത്തേക്ക് പോകുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഞാൻ ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് താജിൽ ജോലി കിട്ടുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തും താജിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വരക്കാനും അതിലൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നുകൊണ്ട് അവിടുത്തെ കല്യാണത്തിനുള്ള ഡെക്കറേഷൻസൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു ഈവൻറ്റ് ഷോസുകളോ അല്ലെങ്കിൽ ഈവൻറ്റ് പ്രോഗ്രാംസ് ഒന്നും ഇല്ല. പക്ഷേ എന്നാലും അവിടെ വരുന്ന വെഡ്ഡിങ്ങിന് ഞാൻ ബാക്ക് ഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബൈജു എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. അവൻ്റെ ബ്രദറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫറാണ്, രാജൻ പോൾ എന്ന പേര്. അദ്ദേഹം ചെന്നൈയിലായിരുന്നു സ്റ്റുഡിയോ. പക്ഷേ അദ്ദേഹത്തിന് കുറേ വർക്കുകൾ കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വന്ന് തിരിച്ച് വർക്ക് ചെയ്തിട്ട് പോയിരുന്നു. അപ്പോൾ എന്നോട് ഇവൻ പറഞ്ഞടാ, ചേട്ടനിങ്ങനെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു, ചേട്ടനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെല്ലുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ബാക്ക് ഡ്രോപ്പ് വരക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ജോസഫ് ഒരു ബാക്ക് ഡ്രോപ്പ് ഒന്ന് വരച്ചത്. അപ്പോൾ എന്താ പറയുക, സ്കൈ വരക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് സംഭവിച്ചാൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ആകെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലത്തുള്ള ചെറിയ മുറിയാണ് ആകെ ഉള്ളത്. അത് പനമ്പളറുള്ള ഫ്ലാറ്റ്. അപ്പോൾ എപ്പോഴും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഔട്ട് ഓഫ് ഫോക്കസിൽ ഉണ്ടാകുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാകുന്നത്. പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിൽ അത്ര ഡെപ്ത് വേണം. ഒരാൾ നിൽക്കുന്ന ആളും ഈ ബാക്ക് ഡ്രോപ്പിന് ഡെപ്ത് വേണം. പക്ഷേ ആ ഡെപ്ത് ആ മുറിയിലില്ല. കാരണം 15 അടി നീളം ആ മുറിക്കുള്ളൂ. അപ്പോൾ ആർട്ടിസ്റ്റ് നിൽക്കുന്നിടത്തുനിന്ന് ഒരു 2 അടി 3 അടിയൊക്കെയാണ് ബാക്ക് ഡ്രോപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എവിടെയാണ് ചെയ്യണം, അപ്പോൾ ഇതാണ്. അപ്പോൾ എനിക്കൊരു തോന്നി ഇതൊരു ഔട്ട് ഓഫ് ഫോക്കസിൽ വരച്ച് കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് ഫോക്കസാണ് വേണ്ടത്. അപ്പോൾ ലൈവായിട്ട് സ്കൈ വരച്ച് കഴിഞ്ഞാൽ അത് ഹാർഷായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ സ്കൈ വരച്ചു. അങ്ങനെ പുള്ളി വരച്ചത് കണ്ട പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും അത് നല്ല ഡെപ്ത് കിട്ടി. അപ്പോൾ പുള്ളിയാളെ ഇതിൻ്റെ പണി അതൊന്നുമല്ല, ഇതാണ് നിൻ്റെ പണി, ഈ പണി ഇതാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അപ്പോൾ ഞാൻ താജിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾട്ടർനേറ്റീവ്ലി പുള്ളിയുടെ പോയി വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു അഡ്വർടൈസിങ് ഫീൽഡിലൊക്കെ പയ്യെ വരുന്നത്. അങ്ങനെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ, ഫാഷൻ ഫോട്ടോഗ്രാഫിയിലാണ് ആദ്യമായിട്ട് ഞാൻ കലാസംവിധാനം എന്താണെന്ന് പഠിച്ചു തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ഇതിനകത്ത് ആർട്ട് ഡയറക്ഷനിലേക്ക് പയ്യെ ചൂട് വെച്ചത്. അവിടെ നിന്നുകൊണ്ട് തന്നെ കുറേ പിന്നീട് പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടും ചെയ്യുന്നത് ഒരു ജോൺസ് കോഡൊക്കെ പരസ്യമൊക്കെ ആയിരുന്നു. ഉണ്ണിക്കൊരു കൂടെ വേണം, മുമ്പോട് വേണം, അന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള സാധനമായിരുന്നു. പിന്നീട് ശബരി ടീ, അങ്ങനെ കുറച്ച് പരസ്യങ്ങൾ പിന്നെ തോന്നി. പിന്നെ ആ സമയത്ത് ശാലിനി സിനിമയിലോട്ട് വന്നിട്ടുണ്ടായില്ല. ബേബി ശാലിനിയായിട്ട് സിനിമ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു VNM ഗോൾഡിന് വേണ്ടിയിട്ടൊരു പരസ്യം ചെയ്തായിരുന്നു. അതൊക്കെ ആയിരുന്നു അതിൻ്റെ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന പരസ്യ ചിത്രങ്ങൾ.
അങ്ങനെ പരസ്യം ചെയ്തിട്ടാണ് പിന്നീട് ഷോർട്ട് ഫിലിംസുകൾ ചെയ്ത് തുടങ്ങി, ടെലിഫിലിംസുകൾ ചെയ്ത് തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. എല്ലാവരും മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെ ബോളിവുഡിലേക്ക് കടക്കാൻ ആഗ്രഹിക്കും. ചേട്ടൻ നേരെ ബോളിവുഡിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതെന്താണ്? ഇത് പറഞ്ഞ പോലെ ഇപ്പോൾ രാജൻ പൊള്ളോട് നിൽക്കുന്ന സമയത്ത് ഞാൻ 97 വരെ ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇൻഡിപെൻഡൻ്റ് വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു 2 വർഷം ആക്ച്വലി മാറി നിന്നിട്ട് ഞാനും പിന്നെ ഇപ്പോഴത്തെ ഡയറക്ടർ ലിയോ തദേവൂസ്, പിന്നെ മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ്, ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു ഒരു കളമശ്ശേരിയിൽ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, രാഗ കമ്മ്യൂണിക്കേഷൻ എന്നതിൻ്റെ പേര്. അതിൽ ഓരോരുത്തരുടെ ജോലി ചെയ്തു. ഞാൻ ബാനറുകളൊക്കെ എഴുതുന്നു. അൽഫോൺസ് രാവിലെ എഴുന്നിട്ട് അടുത്തുള്ള വീടുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോകും, മ്യൂസിക് പഠിപ്പിക്കാൻ പോകും. ലിയോ കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഓഡിയോ കാസറ്റ്സിൻ്റെ കുറേ ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയിരുന്നു. അങ്ങനെയൊക്കെ സമയത്താണ് 98 എൻഡ് വരുമ്പോഴത്തേക്കും ഈ എറണാകുളത്ത് ഒരു ഹോളിവുഡിൽ നിന്നൊരു ഗ്രൂപ്പ് വരുന്നത് ലിയോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫിലിം തുടങ്ങാൻ പോകുന്നുണ്ട്, അപ്പോൾ നീ പറ്റുമെങ്കിൽ നിൻ്റെ ബയോഡാറ്റ ഒന്നും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഫോർട്ട് കൊച്ചി ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടെ കളക്ടർ, അതായത് ഓൾഡ് കളക്ടർ ബംഗ്ലാവ് ഉണ്ട് ആ ബംഗ്ലാവിലാണ് അവർ തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുവിധം എല്ലാ ഹോളിവുഡിലെ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്കും പരിചയക്കാരൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മലയാളി കണ്ട്, സൈമൺ കുര്യൻ എന്ന് പറഞ്ഞ. അപ്പോൾ ഞാൻ ചേട്ടാ ഇതിനകത്ത് എന്താണ് സംഭവം? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പരസ്യം ചെയ്യുന്ന ആളാണ്, ഇതിനകത്ത് വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് ബയോഡാറ്റ കൊടുത്തു. അപ്പോൾ പറഞ്ഞു ബയോഡാറ്റ വായിച്ചിട്ട് പറഞ്ഞു, ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും തിങ്കളാഴ്ചയാണ് പടം തുടങ്ങാൻ പോകുന്നത്, ഞാൻ ചെല്ലുന്നത് വെള്ളിയാഴ്ചയാണ്. പറഞ്ഞു ഓൾറെഡി ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല, എന്നാലും ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എന്നോട് പറഞ്ഞ് തിരിച്ച് പോയി വിളിക്കാം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ആക്ച്വലി അന്ന് ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരുടെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അനുവദിക്കണമെങ്കിൽ സാധിക്കണമെന്ന്. കാരണം അങ്ങനെയാണ് നമ്മളിപ്പോഴും പറയുന്നത്, നമുക്ക് വേണ്ടി അവർ അരിയിൽ പേര് ചെയ്തിട്ടുണ്ടാവുമെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി ഒരു 6:30 മണിയൊക്കെ. അപ്പോൾ എത്തിയപ്പോൾ ഉടനെ തന്നെ മദർ പറഞ്ഞോടെ നിനക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞത്, പെട്ടെന്ന് തിരിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്തെന്ന് പറഞ്ഞു. ഉടനെ വീണ്ടും ഞാൻ തിരിച്ച് ഫോർട്ട് കൊച്ചി എത്തി. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ പറഞ്ഞു സൈമൻ പറഞ്ഞു, ജോസഫേ ഇത് ഇന്നാൾ കുറേ പേരെ പരിചയപ്പെടുത്തി, പ്രൊഡക്ഷൻ മാനേജറൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റ കണ്ടുകൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നാളെ മുതൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഞാൻ പിറ്റേ ദിവസം ചെല്ലുന്നത്. ശനിയാഴ്ച ചെല്ലുമ്പോഴത്തേക്കും ആർട്ട് ഡയറക്ടറെ കാണുന്നു, ഷാമിയ എന്നുള്ളതായിരുന്നു പേര്. പിന്നെ ഒരു ആലിസൺ പ്രൊഡക്ഷൻ ഡിസൈനറെ കാണുന്നു, 2 ലേഡീസാണ്. അവർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റയിൽ കുറേ വർക്കുകൾ കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹോളിവുഡിൽ അവർ ജോയിൻ ചെയ്യുന്നത്. ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഇസ്മയിൽ മർച്ചൻ്റ്, ജെയിംസ് വേറി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഇസ്മയിൽ മർച്ചൻ്റ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കോട്ടൺ വേര് എന്ന സിനിമയായിരുന്നു. ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അതേസരം 2 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ തന്നെ അടുത്തൊരു സിനിമ മിസ്റ്റിക് മെഷർ എന്ന് പറഞ്ഞുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിലായിരുന്നു. അത് VS നൈപ്പാളിൻ്റെ ഒരു കഥയാണ്. അത് പിന്നീട് വെസ്റ്റ് ഇൻഡീസ് ചെയ്തപ്പോൾ ലണ്ടനിലും വെസ്റ്റ് ഇൻഡീസിനാണ് ഷൂട്ട്. അതിനുവേണ്ടി അവർ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി, പിന്നെ അവിടെ പോയി വർക്ക് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ഞാൻ മലയാളത്തിലോട്ട് മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇങ്ങനെ തിരിച്ച് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നോട് ഇതേപോലെ തന്നെ ഒരു ദിവസം ഒരു കോൾ എനിക്ക് വരുന്നു, മുത്തുരാജ് എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ വിളിക്കുന്നത്. അപ്പോൾ ഈ മുത്തുരാജിൻ്റെ പടങ്ങൾ ഞാൻ ഗുരുവൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കണം. പക്ഷെ അന്നൊന്നും നമുക്ക് സിനിമയിലോട്ട് എത്താൻ പറ്റുന്നൊരു യാതൊരു എന്താ പറയുക ഉറപ്പില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു കടൽ പോലെ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞു പരസ്യം വെച്ചത് പോകുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെ സമയത്താണ് ഞാൻ ഈ ഇംഗ്ലീഷ് പടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മുത്തുരാജ് വിളിക്കുന്നു. മുത്തുരാജ് വിളിച്ചിട്ട് ജോസഫ് എന്നാണ് പേര്. അതെ ഞാൻ മുത്തുരാജാണ്, സിനിമ വരയ്ക്കാൻ താല്പര്യമുണ്ടോ വെച്ചു. ഞാൻ മിസ്സേ തീർച്ചയായിട്ടും എന്നാൽ കയറി, എന്നാൽ പെട്ടെന്ന് തന്നെ കയറി വാ, നിങ്ങൾ ചെന്നൈ കയറി വരാൻ പറഞ്ഞു, കോടമ്പാക്കത്തേക്ക് എത്താൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്താ പടം എന്താണെന്ന് ചോദിച്ചൊന്നുമില്ല, ശരി എത്തിയേക്കാന്ന് പറഞ്ഞു. എപ്പോഴാണ് വെച്ചപ്പോൾ വൈകുന്നേരം തന്നെ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ പുള്ളി വിളിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ പോയി ബാക്കി പരിപാടിയൊക്കെ പോകാനുള്ള പരിപാടിയൊക്കെ റെഡി. അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണ്ടല്ലോ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാധാരണ എല്ലാവരും പറയാറില്ലേ ഈ കോടമ്പാക്കത്തേക്ക് പോകുമ്പോഴത്തേക്കും ട്രെയിനിൻ്റെ ബാത്റൂമിനോട് ഇരുന്നു എന്നൊക്കെ പറയാറ്. എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ യാത്ര ചെയ്തത്. ഈ പോകുന്നതിന് മുമ്പ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വീണ്ടും വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ജോസഫേ താടി ഉണ്ടെന്ന് വെച്ചു. ഇല്ല താടിയൊന്നുമില്ല, താടി ഉണ്ടെങ്കിൽ കയറണമെന്ന് പറഞ്ഞു. ഞാൻ ചാന്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, പുള്ളി അന്വേഷിച്ചപ്പോഴത്തേക്കും ഫോർട്ട് കൊച്ചി ഭാഗത്തൊരു ജോസഫ് ഉണ്ട്, പുള്ളിക്ക് താടിയൊക്കെ ഉള്ള ഒരാളാണ്, അദ്ദേഹം കുറേ സിനിമയൊക്കെ പറ്റിച്ചൊക്കെ നടക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ വരേണ്ടതാണ്. ഞാൻ താടിയൊന്നുമില്ല, അന്ന് താടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും വൈകുന്നേരം അവിടെ ചെല്ലുന്നു. പിറ്റേ ദിവസം അവിടെ ചെല്ലുമ്പോൾ ഒരു ഉമാ ലോഡ്ജിൽ താമസിക്കുന്നത്. എനിക്ക് രാവിലെ വണ്ടി വന്നു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് അപ്പോഴും എനിക്ക് എന്താ സിനിമ, ആരാണ്, എന്താണെന്ന് എനിക്കറിയില്ല, ചോദിച്ചിട്ടില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അവസരം കിട്ടിയില്ലെന്ന് ഓർത്തിട്ടാണ് ആ ക്യൂരിയോസിറ്റി പോകുന്നത്. ചെന്നപ്പോഴത്തേക്കും വണ്ടി വന്നു, ഒരു അംബാസഡർ കാർ വന്നു, ഞാൻ എന്നെ കെട്ടിക്കൊണ്ടുപോയി. ചെല്ലുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ചെന്നൈയിൽ, അവിടെയാണ് ചെല്ലുന്നത്. അത് ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുക്കുന്ന സ്ഥലമാണ്, വലിയ ബിൽഡിങ്ങാണ്.
അവിടെ ചെന്നപ്പോൾ ക്രൗഡൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്, വണ്ടികളൊക്കെ ഉണ്ട്, കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ നോക്കുന്നത്. അപ്പോൾ അന്നൊന്നും മൊബൈലില്ല വിളിക്കാൻ വേണ്ടി. അപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ മാത്രമേ വിളിച്ചിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. കുറച്ചപ്പോഴത്തേക്കും പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആൾ വന്നിട്ട് പറഞ്ഞു, ജോസഫ് അല്ലേ, അതെ അകത്തേക്ക് പോയാൽ ചെന്നപ്പോഴത്തേക്കും കാണുന്നത് സിനിമ എന്താണെന്ന് അറിയുന്നത്. അത് ഭദ്രൻ മാട്ടേൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒളിമ്പ്യൻ അന്തോണി ആദം എന്നുള്ള സിനിമ തുടങ്ങുന്ന ദിവസമായിരുന്നു അന്ന്. ആ സിനിമയിൽ വർക്ക് ചെയ്യാനാണ് എന്നെ വിളിച്ചിട്ട് പോയത്. അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ അതിനൊക്കെ എനിക്കൊരു കോൾ കിട്ടി, വേറെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹം വിളിച്ചു. സാറ് പറഞ്ഞു, സാർ ഇവിടെ സ്ഥലത്തില്ല, പുള്ളി ഹൈദരാബാദാണ്, വർക്ക് തുടങ്ങിക്കും, ബാക്കി നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം മലയാളത്തിലോട്ട് ജോയിൻ ചെയ്യുന്നത്. ഒളിമ്പ്യൻ അന്തോണി ആദം എന്നുള്ള സിനിമയിലായിരുന്നു. അന്നൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു 4.5 കോടിയോളം മുടക്കിയിട്ടുള്ള സിനിമ അന്നുണ്ടായത്. ഏകദേശം 4.5 കോടി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് അതിന്റെ ബഡ്ജറ്റ് അതെ, ഇന്ന് പോലും നമ്മൾക്ക് 4.5 കോടി നമ്മൾ ഇപ്പോൾ ഒപ്പിടാൻ പറ്റുന്ന സമയത്ത് അന്ന് ആക്ച്വലി പ്രണവ് ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ്റെ കമ്പനി ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞുള്ള സിനിമ. അതിനുശേഷം പിന്നീട് ഞാൻ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻ്റായിട്ട് തന്നെ വർക്ക് ചെയ്തത്. അതിനുശേഷം ലാൽ ജോസിൻ്റെ കൂടെ ആയിരുന്നു. ലാൽ ജോസിൻ്റെ കൂടെയുള്ള രണ്ടാം ഭാവം എന്ന സിനിമയിലാണ് പിന്നീട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതും മുത്തുരാജ് തന്നെയായിരുന്നു ആർട്ട് ഡയറക്ടർ. അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട്. അപ്പോൾ ആ സിനിമയിലും അതായത് ഒളിമ്പ്യൻ അന്തോണി ആദത്തിൽ നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ സെറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ സെറ്റുകൾ ഒരുക്കാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റിയത് എനിക്ക് ആ ഒളിമ്പ്യൻ അന്തോണി ആദത്തിലൂടെയാണ്. രണ്ടാമത്തെ സിനിമ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഒട്ടും പൈസ ഇല്ലാതെ ബഡ്ജറ്റ് ഇല്ലാത്ത സിനിമയായിരുന്നു. ഒരു വർഷം കൊണ്ടാണ് ആ സിനിമ പൂർത്തിയായത് തന്നെ. അത്രയും. അപ്പോൾ കുറച്ച് പൈസ കിട്ടും, ഒരു 10,000 രൂപ ഷൂട്ട് നടക്കും, ഒരു 20,000 രൂപ ഷൂട്ട് നടക്കും. അങ്ങനെ ഒരു ഘട്ടങ്ങളായിട്ടാണ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിച്ചത്. അപ്പോൾ പൈസ ഇല്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് പഠിച്ചത് രണ്ടാം ഭാവം. അങ്ങനെ എൻ്റെ കരിയറിൽ ഈ 2 സിനിമകളും എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഓരോ സിനിമ ബഡ്ജറ്റുള്ള സിനിമ ചെയ്യുമ്പോഴും ബഡ്ജറ്റുള്ള സിനിമ ചെയ്യുമ്പോഴും എങ്ങനെ അത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് സഹായിച്ചത് ഈ 2 സിനിമകൾ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ് ലാൽ ജോസ് പറഞ്ഞാൽ അടുത്ത പടത്തിൽ നീ ആയിരിക്കും എൻ്റെ ആർട്ട് ഡയറക്ടർ ഫിക്സ് ചെയ്യുന്നത്. എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ആർക്കും അങ്ങനെ സിനിമയിൽ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ എന്നുള്ള പേര് ആർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കലാസമ്മാന സഹായികൾ എന്ന് മാത്രമേ ഉണ്ടാവും. പക്ഷെ അന്ന് ആ പടത്തിൽ ആദ്യമായിട്ട് എനിക്കാണ് ഈ ഒരു അസോസിയേറ്റ് കാർഡ് വീഴുന്നത്. അന്ന് ചേട്ടൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ എന്തോ 500 രൂപയ്ക്ക് എങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്യാന്ന് പഠിച്ചത്. അതെ, അതായത് അന്ന് ഒരു സീനിനകത്ത് നമുക്കൊരു സുരേഷ് ഏട്ടൻ വരുന്നു, ചായ കുടിക്കുന്നു, അപ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്ന സീനുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റ് ഫൈറ്റാണ്. പക്ഷെ അന്ന് പൈസ ഇല്ല. അന്ന് നമുക്കൊരു 10,000 കിട്ടിയപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് കുമാർ സാറ് ക്യാമറ. അപ്പോൾ കുമാർ സാറിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എപ്പോഴും ഫോർഗ്രൗണ്ട് ഐറ്റംസ് കണ്ടി സാറ് ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ എന്നോട് മോനായിട്ടാണ് 7 ആർട്സ് മോനാണ് പ്രൊഡ്യൂസർ. 500 രൂപ, 500 രൂപ ഉള്ളൂ, നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കളർ പൗഡറുകളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ശിഖരത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു തട്ട് പോലെ ഒരു പ്ലൈവുഡ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മൊത്തം ഈ കളർ പൊടികൾ കൂമ്പാനാക്കി കൊട്ടിച്ചു. ഞാൻ കുമാർ സാറേ നമുക്ക് ഇവിടുന്ന് ക്യാമറ വെക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണത്തുള്ളൂ, ബാക്കിയൊന്നും കാണില്ല. അപ്പം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധനം ചെയ്തു. അങ്ങനെ ആ സാർ അങ്ങനെ സാധനം സെറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് തന്നത്. അതിനുശേഷം അപ്പുറത്ത് കുറച്ച് യൂണിറ്റുകാരുടെ ടാർപോളിനൊക്കെ എടുത്തിട്ട് വലിച്ചു കെട്ടിയിട്ട് ആൾക്കാർ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനോട് തിരിഞ്ഞ് നിന്നിട്ട് പർച്ചേസിനുള്ള കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഫ്രെയിമിനെ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും 500 രൂപ കൊണ്ട് ഒരു മാർക്കറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ദേവദൂത സിനിമയിലെ ആ ഒരു സ്കെൽറ്റൻ ചേട്ടൻ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അതായത് അതിനുശേഷമാണ് ദേവദൂതൻ സിനിമ വരുന്നത്. അപ്പോൾ ദേവദൂതൻ ആക്ച്വലി 1-2 ആർട്ട് ഡയറക്ടേഴ്സ് വേറെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സെറ്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെല്ലുന്നത്, സെറ്റപ്പുകൾ ചെയ്യാനായിട്ടൊക്കെ. ഗിരീഷ് മേനോടായിരുന്നു എൻ്റെ ആർട്ട് ഡയറക്ടർ. അതിനു മുമ്പ് പ്രകാശ് മൂർത്തി അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് ഊട്ടിക്ക് പോകുന്ന സമയത്ത് എന്നോട് സാർ പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഒരു പാക്കറ്റ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് സിയാദ് ഓക്കറായിരുന്നു പ്രൊഡ്യൂസർ. അവരുടെ കമ്പനിയിൽ നിന്ന് നോർത്തിൽ വെച്ചൊരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് തന്നു വിട്ടു. ഈ പാക്കറ്റ് സ്കെൽട്ടനാണ്, ആക്ച്വലി അത് ഫൈബർ സ്കെൽട്ടനാണ്. അത് കുഴപ്പമില്ല, അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഡയറക്ടർ കാണിച്ചപ്പോൾ, സിബി മലയാളം ഡയറക്ടർ കാണിച്ചപ്പോഴും സാറിന് ഇഷ്ടപ്പെട്ടില്ല. സാർ പറഞ്ഞു എനിക്ക് വേണ്ടത് ഈ ഫാബ്രിക്കേറ്റഡ് സാധനമല്ല, ഒറിജിനൽ അസ്ഥികൂടം വേണമെന്ന് പറഞ്ഞു. എങ്കിലാണ് അതിൻ്റെ സിനിമയ്ക്ക് അത് നിൽക്കുള്ളതെന്ന് പറഞ്ഞു. പിന്നീട് മുത്തുരാജ് സാർ അത് ചെന്നൈയിൽ നിന്ന് അറേഞ്ച് ചെയ്തു. കുറച്ചധികം ആളുകളുടെയൊക്കെ അസ്ഥികളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള സംഭവം. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു പീസ് കുറേ കഷ്ണങ്ങൾ എൻ്റെ അടുത്ത് തന്നിട്ട് ജോസഫ് ഇത് ജോയിൻ ചെയ്തിട്ട് ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ഈ സ്കെൽട്ടണുകൾ 10 വരിയെല്ലാം ജോയിൻ ചെയ്യുന്നു, കൈകൾ ജോയിൻ ചെയ്യുന്നത് 5-6 പേരുടെ സാധനം, ഒറ്റ സ്കെൽട്ടൺ അല്ല ആക്ച്വലി, അങ്ങനെ കിട്ടില്ലല്ലോ. അങ്ങനെ ഇത് ജോയിൻ ചെയ്ത് പീസാക്കി സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ആ കണ്ണാടിക്കൂട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി അത് സെറ്റ് ഇട്ടിരിക്കുന്നത് കോളേജിനകത്ത്. പക്ഷേ രാത്രിയാകുമ്പോൾ അവിടെ വെക്കാൻ അവിടെ സെക്യൂരിറ്റി സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത് വീണ്ടും പാക്ക് ചെയ്ത് ഒരു പെട്ടിക്കകത്താക്കിയിട്ട് ഞാൻ കൊണ്ടു നടക്കണം. അപ്പോൾ ഞങ്ങൾക്കൊരു സെറ്റ് ബോക്സ് വണ്ടിയുണ്ട്, ഈ വണ്ടിക്കകത്ത് വെക്കാൻ ഡ്രൈവർ സമ്മതിക്കത്തില്ല. പിന്നെ ഇതും കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് എൻ്റെ കട്ടിലടി കൊണ്ട് നോക്കും, പിറ്റേ ദിവസം കൊണ്ടുപോകും. അങ്ങനെ ഇത് എൻ്റെ കൂടെ തന്നെയായിരുന്നു അത്. ആ സ്കെൽട്ടൻ
കൂടെ കൊണ്ട് നടക്കുമായിരുന്നല്ലേ. അപ്പൊ ലാലേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ദേവദൂതനിലും ഒളിമ്പിയൻ അന്തോണിയാദത്തിലും ഒക്കെ ലാലേട്ടനെ ഫസ്റ്റ് ടൈം ഒളിമ്പിയൻ അന്തോണിയാദത്തിലാണ് കാണുന്നതെന്ന് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടനുമായിട്ടുള്ള? ലാലേട്ടനായിട്ട് ചില അന്നും ഇന്നും ലാലേട്ടൻ എന്താ പറയുക ഒരേപോലെ തന്നെ ഇരിക്കുന്നത്, ഒരു മാറ്റങ്ങളൊന്നുമില്ല. കാരണം കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഭയങ്കര വലിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലൊന്നും അല്ല മറ്റുള്ള ടെക്നീഷ്യന്മാരുടെ അടുത്ത് പെരുമാറുന്നത്. സാധാരണക്കാരൻ നമ്മളൊരു ജ്യേഷ്ഠനെ പോലെ പെരുമാറുന്നു. അപ്പോൾ ഭയങ്കര ഫ്രീഡമാണ് പുള്ളിയുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ഇപ്പോഴും അദ്ദേഹം മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് ടെക്നീഷ്യന്മാരുടെ അടുത്ത് പെരുമാറുന്നത്. അങ്ങനെ ഒരു ഏറ്റക്കുറച്ചുകൾ കാണിക്കാറില്ല. ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ആർട്ട് ഡയറക്ടർക്ക് സിനിമയിൽ നോ എന്ന വാക്ക് പറയാൻ പറ്റില്ല. എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? അതായത് സിനിമയിൽ ഒരു എഴുത്തുകാരൻ അയാളുടെ ഭാവനയിൽ നിന്നിട്ടാണ് എല്ലാം എഴുതിയെടുക്കുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു വസ്തുവാണ് പുള്ളി ഉണ്ടാക്കുന്നത്. ഇതിനെ ആ പറയുന്ന പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കലാസംവിധായകൻ്റെ ജോലി. അപ്പോൾ പ്രൊജക്റ്റ് ഉണ്ടാകുന്നത് സ്ക്രിപ്റ്റ് വായിച്ചു അത് ഓക്കെ പറഞ്ഞിട്ടാണ് ഒരു പ്രൊഡ്യൂസർ അതിനകത്തേക്ക് വരുന്നത്, ഡയറക്ടർ വരുന്നത്, ആർട്ടിസ്റ്റ് വരുന്നത്, അങ്ങനെ പ്രൊജക്റ്റ് ഉണ്ടാകുകയാണ്. ഇതിന് ആർട്ട് ഡയറക്ടറെ വിളിച്ചതിന് ശേഷം എനിക്ക് ഈ ഒരു ബാക്ക് ഡ്രോപ്പ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഇത് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എന്തും കാണിക്കാനും അത് ഉണ്ടാക്കാനും പെട്ടെന്നൊരു പ്രതലമാണ് സിനിമ. അതിനകത്തൊരു നോ എന്ന് പറഞ്ഞ വാക്കില്ല, കാരണം അത് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് സിനിമയിൽ കലാസംവിധായകർക്ക് നോ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം നോ പറയാൻ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്നോട് വെച്ചിട്ട് ഞാൻ നോ പറഞ്ഞേക്കാന്നുള്ളത് വേറെ ആൾ വെച്ചാൽ അയാൾ നോ പറഞ്ഞാൽ പോരെ. അപ്പോൾ അതുകൊണ്ടാണ് സിനിമയിൽ എപ്പോഴും യെസ് ആയിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ നോ പറയേണ്ട അവസരങ്ങൾ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ പറയാം പ്രാക്ടിക്കൽ ചിന്തിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ന് വന്നിട്ട് പറയണേ നാളെ ഒരു സെറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് സെറ്റ് ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നോ പറയാൻ പറ്റും. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് പറയുന്ന നോയാണ്. പക്ഷേ സെറ്റ് ഇടാൻ പറ്റും, പക്ഷേ നാളെ പറ്റില്ല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം, ആ നോയ്ക്ക് അർത്ഥം. ചില ആൾക്കാർ വാശി പിടിക്കും, ഇല്ല എനിക്ക് 2 ദിവസം കൊണ്ട് സെറ്റ് ഇടണം, നടക്കത്തില്ല അങ്ങനെയാണെങ്കിൽ. കാരണം പ്രാക്ടിക്കൽ നടക്കില്ല. നമ്മൾ മജീഷ്യനല്ല, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അൻവർ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ബോംബ് ബ്ലാസ്റ്റ് ആണ്. അതില് അവസാനത്തെ ബോട്ട് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇത്. അതെ തീർച്ചയായും. അതായത് അൻവർ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സീക്വൻസ് പ്ലാൻ ചെയ്യുന്നത് രാമേശ്വരത്താണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ബോട്ട് ബ്ലാസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ബോട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു 10 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പാർഷൻ എടുക്കാൻ, പോർഷൻ ഉണ്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, പാർട്ടീഷനായിട്ട്. പക്ഷെ അപ്പോൾ പറഞ്ഞു അത്രയും ബഡ്ജറ്റ് നമുക്കില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു ബോട്ട് എടുക്കാം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പഴയ ബോട്ട് എടുത്തിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ രാമേശ്വരത്ത് ചെല്ലുന്നത്. രാമേശ്വരത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി മറ്റേ ട്രോളിങ് കഴിഞ്ഞ ആൾക്കാർ പോകാൻ ഭയങ്കര ഹെറിബറിയായിട്ട് നിൽക്കുന്ന സമയം, ബോട്ടൊന്നും കിട്ടാനില്ല. പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത് പറ്റും. അപ്പോഴാണ് അവിടുത്തെ പാമ്പൻ പാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു മാനേജറുണ്ട്, പുള്ളിക്കൊരു ബോട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പുള്ളിയുടെ ബോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിനോട് ഇത് ബ്ലാസ്റ്റ് ചെയ്യാനാണെന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല. ആക്ച്വലി ബോട്ട് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിന് ബോട്ട് വരുന്നു. അപ്പോൾ ഈ ബോംബിൻ്റെ ആളുകൾ വന്നിട്ട് ഈ ബോംബ് സെറ്റ് ചെയ്യാൻ കണ്ടപ്പോഴത്തേക്കും ബോട്ടുകാർക്ക് മനസ്സിലായി ഇത് പണി വാളും മനസ്സിലായി. കാരണം തീ വെത്തില്ലേ. അങ്ങനെ അവർ പെട്ടെന്ന് ക്യാമറ മുമ്പിക്കായിരുന്നു പറഞ്ഞ് ഞങ്ങൾ ഷൂട്ട് സമ്മതിക്കില്ല, ഞങ്ങളുടെ ജീവൻ്റെ കാരണം ഇതാണ്, വയറ്റിപ്പഴപ്പാണ്, ഭയങ്കര പ്രശ്നമായി. ഷൂട്ട് നിന്ന് പോയി. പിന്നെ എന്ത് ചെയ്യാന്ന് അറിയില്ല. പിന്നെ അന്ന് മീറ്റിംഗ് കൂടി. അപ്പോൾ എന്ത് ചെയ്യാന്ന് അറിയാൻ പാടില്ല. അപ്പോൾ മാനേജർ പറഞ്ഞു, ബോട്ടിൻ്റെ ഓണർ പറഞ്ഞു, എനിക്ക് 15 ലക്ഷം ബോട്ടിൻ്റെ പൈസ കെട്ടി വെക്ക്, എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ, കാരണം ഒന്നും പറ്റില്ലെങ്കിൽ ഓക്കെ എന്ന് പറയും. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അത് കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ബോംബ് ബ്ലാസ്റ്റിംഗ് ആണ്, 10-15 ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാണ്ട്. അപ്പോൾ എന്നോട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും നുറുക്കുകൾ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു പൈസ കൊടുക്ക്, നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പറയാ വാക്കിൻ്റെ വിശ്വാസത്തിൽ പുള്ളി 15 ലക്ഷം രൂപ സ്പോട്ടിൽ കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് കുറേ ടെൻ ഷീറ്റൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെൻ ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഈ ബോട്ടിൻ്റെ അന്ന് പോയിട്ട് നമ്മൾ രാത്രി പോയിട്ട് ഈ ബോട്ടിൻ്റെ എൻജിൻ ക്യാബിനും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത്, എന്നിട്ട് ഇതേപോലെ ബോട്ടിന് അതേ പെയിൻ്റൊക്കെ സെയിം ചെയ്ത് കാണുമ്പോൾ അത് റിയലായിട്ട് തോന്നും. പക്ഷേ അത് മൊത്തം ടെൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടാണ് സാധനം ചെയ്തിരിക്കുന്നത്. ആ ബോട്ടാണ് പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്തത്. പക്ഷേ ബ്ലാസ്റ്റ് ചെയ്തു ഒരു കുഴപ്പമുണ്ടായി, ടെൻ ഷീറ്റ് അടിച്ചിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമുണ്ടായില്ല, നീറ്റായിട്ട് അത് തിരിച്ചു പോവുകയും ചെയ്തു. ഒരു ബോംബ് പൊട്ടിക്കാൻ പറ്റും ഒരുപാട് സിനിമയില്. ഇപ്പൊ അൻവർ സിനിമയിൽ എന്ന് പറയുമ്പോൾ അതില് ബോംബ് ബ്ലാസ്റ്റിങ് 3-4 എണ്ണം ഉണ്ട് തോന്നുന്നില്ലേ. അപ്പൊ ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണം അതെങ്ങനെയായിരുന്നു? ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ നടത്തി അല്ല, ആൾക്കാരുടെ പ്രതികരണം വെച്ചാൽ എപ്പോഴും നമ്മളുടെ കൂട്ടത്തിൽ ആ സറൗണ്ട് എപ്പോഴും നിർത്തുന്നത് നമ്മളുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കുള്ളൂ. അവർക്ക് സിനിമ ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ്. ഈ സിനിമ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനത്തെ സീക്വൻസിലൊക്കെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഒന്ന് നമ്മൾ ചെയ്യുന്നത് ബോംബ് ബ്ലാസ്റ്റ് ചിലപ്പോൾ 1 ടൈമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ അത് പോയി, അല്ലെങ്കിൽ അയാൾ പേടിച്ച് താഴെ ഓടിക്കഴിഞ്ഞാൽ അതെല്ലാം മാറും.
അപ്പോൾ അതിനോട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആദ്യം കുറേ തവണ നമ്മൾ അതിൻ്റെ റിഹേഴ്സൽ നടത്തും. ബോംബ് ബ്ലാസ്റ്റ് ഇല്ലാണ്ട് ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതൊക്കെ ചെയ്തതിന് ശേഷമാണ് സാധനം ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നോർമലായിട്ട് ഒരാൾ വന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ആരെങ്കിലും എക്സ്ട്രാ ആൾക്കാരുണ്ട്, അവരൊക്കെ മാറ്റി നിർത്തും. കാരണം ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ഇത് കാണുമ്പോൾ ഒരാൾ ചിരിച്ചാൽ മതി ആ ഫ്രെയിമിൽ, മൊത്തം നമ്മളെല്ലാം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ടെക്നീഷ്യന്മാർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നിർത്തുന്ന ജൂനിയറായിട്ട് അഭിനയിക്കുന്ന വരുന്ന ആളുകളേക്ക് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നായിരിക്കും, മുംബൈയിൽ നിന്നോ ചെന്നൈയിൽ നിന്നായിരിക്കും വരുന്നത്. അവർ ലൈസൻസുള്ള ആളുകളാണ്. പക്ഷെ അതിൻ്റെ ബാക്കി സെറ്റിങ്സ് എല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ബോംബ് ഇടുമ്പോഴത്തേക്കും അതിനകത്ത് പൗഡർ ബോംബാണെങ്കിൽ പൗഡർ വെച്ചിട്ട് അതിനകത്ത് കുറേ സാധനങ്ങൾ സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടി കുറേ മെറ്റീരിയൽസ് കൊടുക്കണം. അതപ്പോൾ ദൂരെ വന്നാലും നമ്മുടെ ദേഹത്ത് വന്ന് അടിച്ചാൽ പോലും അതിന് പ്രശ്നം ഉണ്ടാകാത്തതുള്ള സാധനങ്ങളായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് സാധനം ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ആ ഏരിയ നമ്മുടെ അണ്ടർ കൺട്രോളിലായിരിക്കും. ശരിക്കും ഈ അൻവർ സിനിമയിലെ ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ നടത്തിയത് എവിടെ വെച്ചാണ്? ഒന്ന് കുസാറ്റിനകത്തുള്ള ബിൽഡിങ്ങിനകത്തായിരുന്നു, കുസാറ്റിൻ്റെ മെയിൻ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെയായിരുന്നു. പിന്നെ ഒരു ബ്ലാസ്റ്റ് നടത്തുന്നത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു, ഒരു മാരുതിക്കകത്ത് നടന്നത്. പിന്നെ കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കാണിച്ചത് പൊള്ളാച്ചിയിലാണ്. ഒരു ഷട്ടർ, ഒരു കട നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഫ്രണ്ടിൽ, അതിൻ്റെ ഷട്ടറിനകത്ത് ബ്ലാസ്റ്റ് നടത്തിയത്. പിന്നെ നടത്തിയത് രാമേശ്വരത്തായിരുന്നു. പല പല സ്ഥലത്ത് വെച്ചാണ്.